ഒരു 10-15 കൊല്ലം മുന്നേ ബോളിവുഡിൽ ഈ NRI പടങ്ങളുടെ ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നു. ഒന്നുമില്ല, ദിൽവാലെ ദുൽഹനിയ ലേ ജായേംഗെ, കുച്ച് കുച്ച് ഹോത്താ ഹെ പോലെയുള്ള സിനിമകളുടെ പുറംനാട്ടിൽ സെറ്റ് ചെയ്തിട്ടുള്ള വേർഷനുകൾ. വേറെ കാര്യമായ എന്റർടൈൻമെന്റ് പരിപാടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇത്തരം സിനിമകൾ വിഷ്വൽ ഭംഗി കാണാൻ ആളുകൾ അന്ന് തിയേറ്ററിൽ പോയി കാണുമായിരുന്നു. ഏറ്റവും പുതിയ ധർമ്മ പ്രൊഡക്ഷൻ സിനിമയായിട്ടുള്ള തൂ മേരി മേ തേരാ തൂ മേരി എന്ന പടം അന്തക്കാലത്ത് ഇറക്കിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ചുമ്മാ കണ്ടിരിക്കാം എന്നൊരു അഭിപ്രായം നേടിയേനെ. സമീർ വിദ്വൻ സംവിധാനം ചെയ്തിട്ടുള്ള ഈ സിനിമയിലെ നായിക ഒരു ഘട്ടത്തിൽ പറയുന്നുണ്ട്, ഇന്നത്തെ ഹുക്കപ്പ് കൾച്ചറിൽ 90കളിലെ പ്രണയമാണ് ഞാൻ തേടുന്നത് എന്ന്. ആ ഡയലോഗിനെ സാധൂകരിക്കാനാണെന്ന് തോന്നുന്നു ഇവർ ഉണ്ടാക്കിയിട്ടുള്ള സിനിമ. സത്യം പറഞ്ഞാൽ തമാശയും ദിൽവാലെ ദുൽഹനിയയും ഒരു പൊടിക്ക് കൽഹോനഹോയിലെ കോമഡിയും ചേർത്ത് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. റെയ്ഹാൻ മെഹ്റയും അയാളുടെ അമ്മ പിങ്കി മെഹ്റയും ലോകത്തിലെ ടോപ്പ് 10 വെഡ്ഡിംഗ് പ്ലാനിംഗ് കമ്പനികളിൽ ഒന്നിന്റെ നടത്തിപ്പുകാരാണ്. ഇത്ര ഷാർപ്പായിട്ടുള്ള വാക്ചാതുര്യമുള്ള റെയ്ഹാൻ തന്റെ ക്രൊയേഷ്യയിലേക്കുള്ള ട്രിപ്പിൽ എയർപോർട്ടിൽ വെച്ച് എഴുത്തുകാരിയായിട്ടുള്ള റൂമി വർദാൻ സിംഗിനെ പരിചയപ്പെടുകയാണ്. അത്ഭുതമെന്ന് പറയട്ടെ, ഇവർ രണ്ടുപേരും ഒരേ ഫ്ലൈറ്റിൽ ഒരേ സ്ഥലത്തേക്ക് ഒരേ യാട്ടിൽ ഒരേ ക്യാബിനിൽ എത്തിപ്പെടുന്നു. സ്പോയിലർ ആണെന്ന് വിചാരിക്കേണ്ട, അതൊക്കെ ട്രെയിലറിലുള്ളതാണ്. സ്വാഭാവികമായിട്ടും ഇങ്ങനെ പരസ്പരം തുടക്കത്തിൽ കണ്ടുകൂടാത്ത ആളുകൾ തമ്മിലുള്ള ബന്ധം പ്രണയത്തിലേക്ക് മാറുന്നതും അതിൽ പിന്നീട് നടക്കുന്ന കാര്യങ്ങളുമാണ് ഈ സിനിമയിൽ നമ്മൾ കാണുന്നത്. ഈ പടം എഴുതിയിട്ടുള്ള ഒരു സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ ഒരു കാര്യം മനസ്സിലാകും. നാട്ടുകാർക്ക് വർക്കാകുമെന്ന് ഇവർ മനസ്സിലാക്കി വെച്ചിട്ടുള്ള സാധനങ്ങളെ തിരക്കഥയിലേക്ക് അസംബ്ലി ചെയ്തു വെച്ചിരിക്കുകയാണ്. ലൊക്കേഷനുകളുടെ അപ്രൂവൽ കിട്ടിയപ്പോൾ റിവേഴ്സ് എഞ്ചിനീയർ ചെയ്ത് തിരക്കഥ ഉണ്ടാക്കിയതുപോലെയുള്ളതാണ് ഈ പടം. പടം തുടങ്ങുമ്പോൾ എഴുതി കാണിക്കുന്നത് ക്രൊയേഷ്യയിൽ സിനിമ ഷൂട്ട് ചെയ്യാനുള്ള പാക്കേജ് ഉപയോഗിച്ചുണ്ടാക്കിയ പടമാണെന്നാണ്. 90കളിലെ സിനിമകളിലെ ക്ലാസിക് ഐറ്റമായിട്ടുള്ള പ്രേമം തലയ്ക്ക് പിടിക്കുമ്പോൾ വരുന്ന പക്ഷെ അച്ഛൻ സമ്മതിക്കൂല എന്ന ട്രോപ്പാണ് ഇവിടെയും പ്രശ്നങ്ങൾക്ക് കാരണം. 2025 അച്ഛനായതുകൊണ്ട് സമീർ വിദ്വൻസും അദ്ദേഹത്തിന്റെ റൈറ്ററായിട്ടുള്ള കരൺ ശ്രീകാന്ത് ശർമ്മയും അച്ഛനെ പെൺമക്കളെ റിസ്ട്രിക്റ്റ് ചെയ്യാത്ത കൂൾ കേണൽ ഡാഡിയാക്കി മാറ്റിയിട്ടുണ്ട്. സിനിമയുടെ തുടക്കഭാഗത്ത് ഒരു ലവ് സ്റ്റോറിയിലെ പല പല ഘട്ടങ്ങളെക്കുറിച്ച് റൂമി പറയുന്നുണ്ട്. അതിൽ പുള്ളിക്കാരി പറയുന്നത് ബിഗ് സി അഥവാ കോൺഫ്ലിക്റ്റ് വരിക മാതാപിതാക്കളുടെ ഒബ്ജക്ഷൻ കാരണമായിരിക്കുമെന്നാണ്. എന്നാൽ സിനിമയിലേക്ക് വരുമ്പോൾ പറഞ്ഞു പറപ്പിച്ച ഈ ബിഗ് സി ചെറിയൊരു സി ആയിട്ട് മാറുകയാണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തമാശയും ദിൽവാലെ ദുൽഹനിയ ലേ ജായേംഗെയും ചേർത്ത് വെച്ചതുപോലത്തെ സിനിമയാണിത്. ഒന്നാം പകുതിയിൽ കോർസിക്കയ്ക്ക് പകരം ക്രൊയേഷ്യയിലാണ് നമ്മുടെ നായകനും നായികയും പാട്ടും പാടി പ്രണയിച്ച് നടക്കുന്നത്. രണ്ടാം പകുതി ആകുമ്പോൾ നായികയുടെ അച്ഛനെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് നായകൻ ഓരോ വേഷം കെട്ടുകൊണ്ട് മൂടൽമഞ്ഞില്ലാത്ത താജ്മഹൽ കാണാൻ ബുദ്ധിമുട്ടില്ലാത്ത ആഗ്രയിലേക്ക് വരികയാണ്. പടത്തിലെ എല്ലാ ഫ്രെയിമുകളും ഏറ്റവും ഭംഗിയുള്ള ലൊക്കേഷനിൽ തന്നെ ചിത്രീകരിക്കാൻ അനിൽ മേത്തയ്ക്ക് അനുവാദം കൊടുത്തിട്ടുണ്ട്. ഫോറിൻ ഔട്ട്ഡോർ ലൊക്കേഷനുകളിലുള്ള പാട്ടുകൾ ഒന്നാം പകുതിയിലും ധർമ്മ സിനിമകളിൽ കാണുന്ന തരം സ്റ്റുഡിയോയുടെ അകത്തുള്ള ഇന്ത്യൻ വെഡ്ഡിംഗ് സോങ്ങുകൾ രണ്ടാം പകുതിയിലുമായിട്ട് സിനിമയിൽ വരുന്നുണ്ട്. ഹിറ്റ് ഉണ്ടാക്കാനുള്ള ചേരുവകളുടെ ലിസ്റ്റ് നോക്കിയാൽ എല്ലാ സാധനവും ഉണ്ട്. ഇല്ലാതെ പോയത് കാണുമ്പോൾ ഇതൊക്കെ കുറെ പ്രാവശ്യം കണ്ടതാണല്ലോ എന്ന് തോന്നിപ്പിക്കാത്ത തിരക്കഥയാണ്. ഡയലോഗുകൾ ശ്വാസം വിടാതെ ഭയങ്കര സ്പീഡിൽ പറയാനുള്ള തന്റെ സിഗ്നേച്ചർ സ്റ്റൈല് കാർത്തിക് ആര്യൻ ഇവിടെയും ആവർത്തിക്കുന്നുണ്ട്. പടത്തിലെ ബാക്കി കാര്യങ്ങൾ നമുക്ക് പ്രത്യേകിച്ച് സന്തോഷമോ സർപ്രൈസോ തരാത്തതുകൊണ്ട് പുള്ളിയുടെ ഈ ഒരു റൈമിംഗ് ഡയലോഗ് പരിപാടി രസകരമായിട്ട് തോന്നി. ആറ്റിറ്റ്യൂഡ് കാണിച്ച് സ്ലോ മോഷൻ ഇടുന്ന സ്വാഗർ പരിപാടികൾ കാർത്തിക് ചെയ്യുമ്പോൾ ഇപ്പോഴും ഒരു ഫോഴ്സ്ഡ് ഫീൽ ആണ് തോന്നുന്നത്. അമിതമായിട്ട് സംസാരിക്കാത്ത എഴുത്തുകാരിയായിട്ടുള്ള മിഡിൽ ക്ലാസ് യുവതിയായിട്ടാണ് അനന്യ പാണ്ഡെ ഈ പടത്തിലുള്ളത്. കബി ഖുഷി കബി ഗമിലെ പൂ എന്ന കഥാപാത്രത്തിന്റെ പല വേർഷനുകൾ പോലെയുള്ള അനന്യയുടെ ഫിൽമോഗ്രാഫി വെച്ച് നോക്കുമ്പോൾ ഈ ഒരു ക്യാരക്ടറൈസേഷൻ തന്നെ പുള്ളിക്കാരിക്ക് ഒരു ചാലഞ്ചാണ്. ചെയ്ത് ശീലിച്ച ആ ഒരു ശൈലി ഒരു പരിധിവരെ ഒളിപ്പിച്ചു വെക്കാൻ അനന്യക്ക് സാധിക്കുന്നുണ്ട്. ജൻസിക്കാരുടെ അമരീഷ് പുരി ആവാൻ ശാന്തനായിട്ട് വന്നിട്ടുള്ള ജാക്കി ഷ്രോഫിന് സാധിക്കുന്നുണ്ട്. ദിൽവാലെ ദുൽഹനിയ ലേ ജായേംഗെയിൽ അനുപം ഖേർ അവതരിപ്പിച്ച കഥാപാത്രത്തിന്റെ ഫീമെയിൽ വേർഷൻ പോലത്തെ ഒരു കഥാപാത്രമാണ് നീന ഗുപ്തയ്ക്ക് ലഭിച്ചിട്ടുള്ളത്. മാതാപിതാക്കൾക്ക് വേണ്ടി മക്കൾ സാക്രിഫൈസ് ചെയ്യണം എന്ന് ആദ്യം തൊട്ട് അവസാനം വരെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ പടം ഏറ്റവും അവസാനം ചില നാട്ടുനടപ്പുകളെ പൊളിച്ചു കളഞ്ഞുകൊണ്ട് പ്രോഗ്രസീവ് ആകാനൊക്കെ നോക്കുന്നുണ്ട്. പടത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള സാഹചര്യങ്ങൾക്ക് മൊത്തത്തിൽ ഒരു ഇമോഷണൽ ഡെപ്ത് ഇല്ലാത്തതുകൊണ്ട് നായകൻ ഈ വിപ്ലവാത്മകമായ തീരുമാനം എടുക്കുമ്പോൾ ഫീല് വരുന്നതിന് പകരം ഇത് നിനക്ക് ആദ്യമേ അങ്ങ് ചെയ്താൽ പോരെ എന്ന് ചോദിക്കാനാണ് തോന്നുക. മോശം സിനിമകൾ വരുമ്പോൾ പഴയ ബോളിവുഡിനെ മിസ് ചെയ്യുന്നു എന്ന് പറയുന്നത് നമ്മൾ നിർത്തണം എന്നാണ് തോന്നുന്നത്. മറ്റൊന്നും കൊണ്ടല്ല, അത് കേൾക്കുമ്പോൾ സിനിമ നിർമ്മിക്കാൻ പൈസ ഇറക്കുന്നവർ വിചാരിക്കുന്നത് 90കളിലെ ഫോർമുല എടുത്തിട്ട് ഇന്നത്തെ കഥയിൽ കൊണ്ടിട്ടാൽ മതി എന്നാണ്. ഇത്രയുമായിരുന്നു ഈ സിനിമയെക്കുറിച്ചിട്ടുള്ള എൻ്റെ റിവ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുമെന്നും കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു. താങ്ക്